വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, വലിയ ബസ് സ്റ്റാൻഡാണ്. ഒരു പിന്നെ പായസമൊക്കെ നമുക്ക് അവസാനം നോക്കാം. എല്ലാം ഞാൻ പറയാം, നിങ്ങളുടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹലോ, നമസ്കാരം. എൻട്രാ കൾച്ചർ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലബാറിലുള്ള തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയാം മലയാളത്തിൻ്റെ സാഹിത്യവും രചനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു വലിയൊരു സംഭാവന നൽകിയ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരക മന്ദിരത്തിലും അതിൻ്റെ പരിസരത്തുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മന്ദിരത്തിൻ്റെ പരിസരത്ത് നിൽക്കുകയാണ്. നമ്മൾ മറ്റുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ കൾച്ചറിനോട് ബന്ധപ്പെട്ടതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം കാണാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ആധുനിക ഇത് കിളിപ്പാട്ടിൻ്റെ പിതാവാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അതുപോലെ തുള്ളൽ സാഹിത്യത്തിൻ്റെ പിതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകത്തിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ചില പരിമിതികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം. ഞാൻ എന്തായാലും ഈ തുഞ്ചസ്മാരകം കാണാൻ വന്നതാണ്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളിലേക്കും കൂടി എത്തിച്ചേരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. പതിവിന് വിപരീതമായിട്ട് പട്ടാമ്പിയിൽ നിന്ന് തിരൂരിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് യാത്ര. അങ്ങനെ പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിക്കും വളാഞ്ചേരിയിൽ നിന്ന് തിരൂരിലേക്കും ബസ് കയറി. തിരൂർ ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. വലിയ ബസ് സ്റ്റാൻഡാണ്. മലപ്പുറം ജില്ലയുടെ ജില്ലാ ആസ്ഥാനം മലപ്പുറത്താണെങ്കിലും യഥാർത്ഥത്തിൽ വാണിജ്യ നഗരം എന്ന് പറയുന്നത് തിരൂരാണ്. വളരെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ തിരൂരെന്ന് പറയുന്നത്. തിരൂർക്കാർ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു പേരാണ് A.K. ആന്റണി. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിരിക്കുന്ന സമയത്താണ് തിരൂർ താലൂക്കായി പ്രഖ്യാപിച്ചത്. 1989-90 ആ കാലഘട്ടത്തിൽ തോന്നുന്നു. ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തിരൂർ ഇവിടെ മാർക്കറ്റ് കത്തിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് തിരൂർ ആ മാർക്കറ്റ് പുതുക്കി പണിതതാണ്. ഇടയ്ക്ക് ചെറിയ വർഗീയമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പൊതുവെ തിരൂരുള്ളവർ സമാധാനപ്രിയരും മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവരും സ്നേഹമുള്ളവരുമാണ്. എല്ലാ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല മാർക്കറ്റിൽ, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പണ്ട് ഈ വഴിക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ കയ്യിൽ വാച്ച് കെട്ടിയിട്ട് ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓണം ചോദിക്കുക. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് സ്ട്രീറ്റുകളിലായി. ഇപ്പോൾ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈലൊക്കെ മേടിക്കാൻ സെപ്പറേറ്റ് സ്ട്രീറ്റുകളുണ്ട്. അതൊക്കെ പിന്നീട് വിശദമായിട്ട് ഞാൻ പിന്നീട് കാണിക്കാം. കുറേ ബസ്സുകൾ പോകുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ തിരൂരിൽ നിന്ന് നമ്മൾ തുഞ്ചൻ സ്മാരകത്തിലേക്കുള്ള അങ്ങോട്ട് എത്തില്ല ബസ്, പക്ഷേ ഇടയിലുള്ളൊരു സ്ഥലം പറഞ്ഞു പൂങ്ങോട്ടുകുളം. അപ്പോൾ പൂങ്ങോട്ടുകുളത്തിലേക്കുള്ള യാത്രയിലാണ്. ബസ്സിൽ ആൾക്കാർ കയറുന്നേ ഉള്ളൂ. അപ്പോൾ അത് പോകാമെന്നറിയില്ല. സ്മാരകത്തിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഇത് ഭാരതപ്പുഴയിൽ ചേരുന്ന പുഴയാണ് തിരൂർ പുഴ. അപ്പോൾ ഇതിൻ്റെ തീരത്തായിട്ടാണ് നമ്മുടെ തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതാണ് പൂങ്ങോട്ടുകുളം സിഗ്നൽ സ്റ്റോപ്പ്. ശരിക്കും പറഞ്ഞ തുഞ്ചൻ പറമ്പിലേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ഓട്ടോ എടുത്ത് വരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റോഡിൽ നിന്ന് 450 മീറ്ററാണ് കാണിക്കുന്നത്. ഓട്ടോനൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ, വെറും 10 രൂപ ചാർജേ ഉള്ളൂ. നടന്ന് പോവാം. ആ കാണുന്നത് തോന്നുന്നു, സംശയമുണ്ട്. അങ്ങനെ നമ്മൾ വിശ്വവിഖ്യാതമായ ഈ ഒരു സ്മാരകത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
വണ്ടി അകത്ത് കയറ്റി വിടില്ല കേട്ടോ, അവിടെ പുറത്ത് പാർക്ക് ചെയ്യണം ഈ റോഡിൻ്റെ സൈഡിൽ. ഈ ബോർഡൊന്ന് നോക്കാൻ പറ്റും. അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. താമരക്കോയ. ഫോട്ടോ വീഡിയോയ്ക്ക് പൈസയുണ്ട് കേട്ടോ. സ്റ്റിൽ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റിൽ ക്യാമറയ്ക്ക് 50 രൂപയും, മൊബൈൽ വീഡിയോ 2 മണിക്കൂറിന് 200 രൂപയും, ഫോട്ടോഷൂട്ട് 2 മണിക്കൂറിന് 500 രൂപയാണ് ഫീസ്. അധിക സമയത്തിന് മണിക്കൂറിന് 200 രൂപ വെച്ച് നൽകണം. 50 രൂപ ബില്ല്. കേൾക്കണോ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അല്ലേ? തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. ഇവിടെ വന്നാൽ ആർക്കും പാടാൻ തോന്നും. ഇതൊരു ഹോളാണ് കേട്ടോ, ഓഡിറ്റോറിയം എന്ന് പറയാം. സ്വസ്ഥമായിരുന്ന് പഠിക്കാനും ഒക്കെ ഇരിക്കാനൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ചെരുപ്പ് അഴിച്ച് വയ്ക്കണം ഇവിടെ. ഇത് ഓഡിറ്റോറിയമാണ്. ഇവിടെ ദാ കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പട്ടം താണുപിള്ള ആണ് ശിലാസ്ഥാപനം. പഞ്ചാബ് ഗവർണർ പട്ടം എ താണുപിള്ള ഉദ്ഘാടനം ചെയ്തു. അവരൊക്കെ ഫോട്ടോ ഇതിൽ വെച്ചിട്ടുണ്ട്. ഉന്നക്കൽ കുട്ടിശങ്കരൻ നായർ, എസ് കെ പൊറ്റക്കാട്, കെ കുമാരൻ നായർ, കെ പി കേശവമേനോൻ. വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ടൈം കറക്റ്റായിട്ട് അറിയാൻ 5:30 വരെയല്ലുള്ളൂ. ഇങ്ങോട്ട് എങ്ങനെ വരേണ്ടതെന്ന് പറഞ്ഞുതരാം. ബസ് സ്റ്റാൻഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് പൂങ്ങോട്ടുകുളം സിഗ്നലിൽ അവിടെ ഇറങ്ങുക, എന്നിട്ട് നടന്നു വരാം. അതല്ല ഓട്ടോറിക്ഷ വിളിച്ച് വരണമെങ്കിൽ അങ്ങനെയും വരാം. നമ്മൾ വണ്ടിയില്ലാത്ത ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരുന്നവർക്കാണ് പറയുക. ഏറ്റവും ഞാൻ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. 10 രൂപയേ ഉള്ളൂ പൂങ്ങോട്ടുകുളം സിഗ്നലിൻ്റെ അവിടെ ഇറങ്ങാൻ. പിന്നെ അവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. നമ്മൾ ആദ്യം ഇവിടെ പോയിട്ടേ ഇങ്ങോട്ട് വരാം. ഒരു വാര്യത്ത് പങ്കജ പുഷ്പരാക്ഷ മേനോൻ്റെ പാവനസ്മരണയ്ക്കായി ആചാരവാദ്യങ്ങളിൽ ഒരു കാണിക്ക ശ്രീമതി പുഷ്പരാക്ഷ മേനോനും കുടുംബവും. ആചാരൻ്റെ കിളികളും എഴുത്താണിയും എഴുത്തോലയും പ്രതീകാശില്പം. എഴുത്താണി ശില്പം. ഇതാണ് എഴുത്താണിയുടെ ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ആ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കിളിപ്പട്ടമുള്ളൂ. അതാണ് കിളിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മണ്ഡപത്തിൽ കയറാനോ ഇരിക്കുവാനോ പാടില്ല എന്നാണ്. പക്ഷെ ഇവിടുത്തെ ജോലിക്കാരൊക്കെ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. വിദ്യാരംഭ വർഷത്തിൽ ഇവിടെ അനേകം കുട്ടികൾ എത്താറുണ്ട് കേട്ടോ. നമുക്കറിയില്ല, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം രാമാനുജൻ അതായത് പറയപ്പെടുന്നുണ്ട്. ബോർഡ് ഞാൻ നേരത്തെ കണ്ടില്ല. തുഞ്ചൻ കളരി, കാഞ്ഞിരമഠം, കുളം, തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ. ഇത് കാഞ്ഞിരമാണ് കേട്ടോ, കാഞ്ഞിരമരമാണ്. കാഞ്ഞിരം. ഇതാണ് കുളം. സോളാറാണ്. സോളാറിൻ്റെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. കുളം എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് അടുത്തേക്ക് പോയിട്ട് കാണിക്കാം എന്താ എഴുതി വെച്ചിരിക്കുന്നതാണ്. കുളത്തിൻ്റെ ഈ സൈഡിലൂടെ നടന്നാൽ എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കാം. ഇവിടെയൊക്കെ ചളിയാണ് കുളം നടക്കുമ്പോൾ. തുഞ്ചത്തെഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ കുളം 1984-85 തുഞ്ചൻ സ്മാരക മാനേജ്മെൻറ്റ് കമ്മിറ്റി പുതുക്കി പണിതു. കാഞ്ഞിരത്തറ ചുറ്റുമതിൽ, വരാന്ത എന്നിവിടങ്ങളിൽ ഇരിക്കരുത്. അവിടെ നിന്ന് ഇരിക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താ
ക്ഷേത്രമാണോ? ഹരിശ്രീ ഗണപതേയ നമഃ. മണ്ഡപം. എൻ്റെ അടുത്തൊരു ക്ഷേത്രവും ഉണ്ട്. വിശ്രമ മന്ദിരമാണ്. ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ് ആണല്ലേ വിശ്രമ മന്ദിരം. ഒക്കെ പുതുതായി പണി കഴിപ്പിച്ച ഊട്ടൂരെയാണ്. ഓഡിറ്റോറിയം. ഇതൊരു സ്റ്റേജാണ് കേട്ടോ. നല്ലൊരു സ്റ്റേജ് പണിതിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓരോ ചെടികൾ നട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരും കൊടുത്തിട്ടുണ്ട് കണ്ടോ. മാവിൻ തൈ നട്ടത് മജ്റൂഹ് സുൽത്താൻപുരി, UR അനന്തമൂർത്തി. ഇവിടെയൊക്കെ ഓരോ മാവിൻ തൈ നട്ടിട്ട് അതിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഔട്ട് ഹൗസുകളാണ് തോന്നുന്നു, വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാൻ. തെങ്ങൊക്കെ വെട്ടി കാണാനുണ്ട്. അത് രസമുണ്ട് ഇതിൻ്റെ അകത്തട്ടോ. തകഴി ശിവശങ്കരപ്പിള്ള വെച്ചതാണ് ഈ തെങ്ങെന്ന് തോന്നുന്നു. ഉഴാറായിരിക്കും. ഇതാണ് മലയാള സാഹിത്യ മ്യൂസിയം. നമ്മൾ മലയാളികൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടത്. എന്തായാലും ഇവിടെ വരണം. ടിക്കറ്റ് എടുക്കണം കേട്ടോ, 20 റുപ്യ. 20 രൂപ ടിക്കറ്റ് കേട്ടോ. കുട്ടികൾക്ക് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ വേഗത്തിൽ കാണിക്കാം. അപ്പോൾ അവിടെ പൗസ് ചെയ്താൽ മതി. പൗസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കേണ്ടവർക്ക് വായിക്കാം കേട്ടോ ഓരോന്ന്. സംഘകാലം ഉണ്ടോ, കേരളം ഭരിച്ചിരുന്ന ആൾക്കാരുടെ ഇതൊക്കെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതൊക്കെ വായിച്ചു നോക്കുക. ചിത്രങ്ങൾ തുടരുത്, ചെറിയ നാട്ടുരാജ്യങ്ങൾ. അവിടെ വരും ഒരാൾ വരും. ഇത് നന്നങ്ങാടിയാണ് കേട്ടോ. ഇത് നന്നങ്ങാടി. ശവം സംസ്കരിച്ചതിന് ശേഷം അസ്ഥി സഞ്ചയിച്ച് സ്ഥാപിക്കുന്ന മൺകുടാണ്. ഈ കുടങ്ങളോടൊപ്പം ഇരുമ്പ് കൊണ്ടുള്ള ശൂലം, വാൾ, കത്തി എന്നിവയും ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പാത്രങ്ങളും കന്മണികളും കാണാറുണ്ട്. ദുർലഭം ചിലയിടങ്ങളിൽ ആനക്കൊമ്പുള്ള ചെറിയ വട്ടത്തകിടും മണികളും കാണുന്നു. ഇതെന്താ, തൊടാൻ പാടില്ല. ഇത് എടയ്ക്കൽ ഗുഹാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വയനാട് പോയാൽ കാണുന്നതാണ് എടയ്ക്കൽ ഗുഹാചിത്രം. ഇത് കുടക്കല്ല്, മേലൂർ, തൃശ്ശൂർ. നമുക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം പോകണം അവിടെ. തുറന്ന ചരിത്രാതീത കേരളം. അസ്ഥി സഞ്ചയന പാത്രം, മുക്കാലി, മൺതളിക. വട്ടെഴുത്ത് കണ്ടില്ലേ, ഇതാണ് ബ്രഹ്മി വട്ടെഴുത്ത്. ഇതൊക്കെ വായിക്കുക. സൗന്ദര്യലഹരി, ശ്രീ ശങ്കര ഭഗവത് പൂജ്യ പാദാവിത ചിന്ത.
വിജയം. അപ്പോൾ നമ്മൾ കണ്ടതൊക്കെ മലയാള ഭാഷ അല്ലെങ്കിൽ കേരള ചരിത്രം, അത് ഭൂമി ഉണ്ടായ മുതൽക്കുള്ള മാറ്റങ്ങൾ, അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങളാണിത്. അപ്പോൾ നമ്മൾ തുഞ്ചൻ എഴുത്തച്ഛനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും നമ്മൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ കിളിപ്പാട്ട്, ഏതാണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ വഴിയെ ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ അതിൽ ഈ കിളി പാടുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് പലതരത്തിലും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സാഹിത്യരചനയായിട്ടാണ് കേട്ടോ അധികം പറയുന്നത്. സാഹിത്യരചനയുമായിട്ട് അറം പറ്റുക എന്ന് പറയും. അതായത് കവി രചയിതാവിന് എന്തെങ്കിലും സംഭവിക്കുക, അതാണ് അറം പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിളിയെ സങ്കല്പിച്ച് കിളി പാടുമ്പോൾ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് കയറുന്നതാണ് ഈ കിളിപ്പാട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള പാട്ട് കേൾക്കാല്ലേ, നാടൻ പാട്ടുകൾ, പാട്ടുകഥകൾ. ഇനി ഏതൊക്കെ നീക്കണം എന്ന് രാജാവ് സംശയിച്ചിരുന്നപ്പോൾ അകത്തു നിന്ന് രാജ്ഞിയുടെ ഒരു ഈണം വരും. അമ്മ കുഞ്ഞിനെ ഉറക്കാൻ പാടുന്ന താരാട്ടിന്റെയാണ് രാജ്ഞിയുടെ പാട്ടിന്റെ ഈണം. ആൾ കരുനീക്കി രാജാവ് ജയിച്ചു. ഇനി തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. പിന്നെ എഴുത്തച്ഛൻ്റെ യഥാർത്ഥ നാമം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രാമാനുജൻ എന്ന. പിന്നെ ചിലവർ പറയുന്നുണ്ട് കൃഷ്ണൻ എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് തുഞ്ചൻ എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തുഞ്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇളയ ആൾ എന്നായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടായിരുന്നു തുഞ്ചൻ പറമ്പ് എന്നുള്ള പേരിനെ വന്നതെന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം, കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്, കേരള ചരിത്രവുമായിട്ട് ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ കാലത്ത് ഈ വേദപഠനമൊക്കെ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ആ സമയത്തും അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും തരമാക്കിയ ഒരാളാണ് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പോൾ അദ്ദേഹം നാനാദിക്കിലേക്കും യാത്രയൊക്കെ ചെയ്ത് ദേശാടനങ്ങൾക്കൊക്കെ ശേഷം അവസാനം ചിറ്റൂരാണ് താമസമാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്, കരുതപ്പെടുകയാണ്. ഇപ്പോൾ വെട്ടത്ത് നാട്ടിൽ തൃക്കണ്ടിയൂർ അംശത്തിൽ നായന്മാരിൽ എണ്ണയാട്ടി അമ്പലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വട്ടക്കാട് നായർ കുടുംബം ഉണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം പിറന്നത് എന്ന് പരക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ചരിത്രത്തിൽ വായിച്ചെടുത്തതാണ്. വില്യം ലോഗൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണി, പിന്നെ അതുപോലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ അദ്ദേഹം നായർ കുടുംബത്തിലാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ നായന്മാരിലെ ഒരുപാട് സമാധാന അല്ലെങ്കിൽ അത് ഒരുപാട് ആ ഒരു ഇതിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് സമാന സമുദായങ്ങളിൽ. അതിൽ അധ്യാപകരൊക്കെ പണ്ട് എഴുത്തച്ഛന്മാരെന്ന് അത്ര വിളിച്ചിരുന്നത്. അതാണ് എഴുത്തച്ഛൻ എന്ന പേരിൽ അദ്ദേഹം അറിയുന്നത് തുഞ്ചത്ത്. ഈ അബ്രാഹ്മണന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ആ ബ്രാഹ്മണന്മാർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്ന അപൂർവം ചില സമുദായങ്ങൾക്കൊപ്പം ഈ എഴുത്തച്ഛൻ സമുദായത്തിലെ പലരും ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു പ്രഗത്ഭനായ ഒരാളായിരുന്നു അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അപ്പോൾ കവിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ചിലരാണ് ഇപ്പോൾ പെരിങ്ങോടിനടുത്ത് ആമക്കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നമ്മുടെ പട്ടാഭിക്കടുത്താണ് ഈ പെരിങ്ങോട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള വസിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഈ എഴുത്തച്ഛൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്, കുടുംബത്തിൽപ്പെട്ടാണ്. അതിൽ നിന്ന് ഈ വേറൊരു കൂട്ടർ പറയുന്നുണ്ട് അദ്ദേഹം എന്താ പറയുക അഖണ്ഡ ബ്രഹ്മചാരിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്രലേഖകളിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ വേറെ ചില ചരിത്ര ലേഖകർ അദ്ദേഹത്തെ ജാതിപ്രകാരം
കണിയാർ എന്നുള്ള ജാതിയിൽപ്പെട്ട ആളാണെന്നാണ് പറയുന്നത്. കാരണം പഴയ കാലത്ത് പ്രാദേശിക കലകളിലെ കളരികളുടെ കളരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആയോധന കലയുടെയും സാക്ഷരതയുടെയൊക്കെ ആ കളരികളുടെ ഗുരുക്കന്മാരായിരുന്നു ഈ പറയുന്ന കണിയാർമാർ. ഇപ്പോൾ പരമ്പരാഗത ജ്യോതിഷികളുടെ ഒരു വിഭാഗം ഈ സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജ്യോതിഷം, ഗണിതം, പുരാണം, ആയുർവേദം എന്നിവയിൽ നല്ല അവഗാഹം ഉള്ളവരായിരുന്നു ഇവർ. ഇപ്പോൾ എഴുത്ത് കളരികൾ നടത്തിയിരുന്നതിനാൽ പൊതുവേ എഴുത്താശാൻ, ആശാൻ, അതുപോലെ പണിക്കർ ഇങ്ങനെയുള്ള സ്ഥാനപ്പേരിലൊക്കെയായിരുന്നു അന്ന് മലയാള നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കളരി എന്ന് പറയുന്നത് എഴുത്തിനോട് ബന്ധപ്പെട്ടതാണ്, അല്ലാതെ നമ്മുടെ ആയോധന കല ആ ഒരു രീതിയിലുള്ളതല്ല. 1575 എഴുത്തച്ഛൻ മരണപ്പെട്ടതെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. ഈ ഭാഗത്ത് കേരള അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മഹാരഥന്മാരുടെ ജീവചരിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തോളിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. കേട്ടു നോക്കും. എഴുത്തച്ഛൻ്റെ കൃതികൾ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, പിന്നെ വേറെ ഇതിഹാസ കാവ്യങ്ങളായിട്ടുള്ള വാൽമീകി രാമായണം, വ്യാസഭാരതം. അത് ശരിക്കത് വ്യാസഭാരതവും വാൽമീകി രാമായണവും ഒരു സ്വതന്ത്ര പരിഭാഷയായിരുന്നു. പിന്നെ ഈ കൃതികൾക്ക് പുറമെ 24 വൃത്തം, ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട് ഇവയൊക്കെ എഴുത്തച്ഛൻ്റെതാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാഗവതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തർക്കങ്ങളൊക്കെ ഉണ്ട്. കാരണം ഭാഗവതം കിളിപ്പാട്ടിലാകട്ടെ ദശമസ്കന്ധം എന്ന് പറഞ്ഞില്ലേ, ആ ദശമസ്കന്ധത്തിൽ മാത്രമേ എഴുത്തച്ഛൻ്റെ ശൈലി ദൃശ്യമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് അതിൻ്റെ ഒറിജിനൽ എഴുതിയെന്ന് കൃത്യമായിട്ട് അറിയണില്ല. ആത്യന്തികമായിട്ട് ഭക്തകവി ആയിരുന്നെങ്കിലും ഏതാനും ചില കീർത്തനങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഇതിഹാസങ്ങളിലൂടെ സാരാംശം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിൽ എഴുത്തച്ഛൻ്റെ കാവ്യനീതി അത് അപാരം തന്നെ. എഴുത്തച്ഛനെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയൊരു സംഭാവന നൽകിയെന്ന് പറയുന്നത് ആ കാലത്ത് സംസ്കൃതത്തിലായിരുന്നു എല്ലാ കൃതികളും ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് സാധാരണക്കാരനായ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ, അതായത് പൊതുവായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ട് മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അക്ഷരമാല ഉപയോഗിച്ചു. അപ്പോൾ സാമാന്യ ജനത്തിന് എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിലാണ് ഈ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയങ്ങളിലൊക്കെ നമ്മൾ പറയില്ലേ ഇടം വരുത്തുവാൻ കഴിഞ്ഞതിലൂടെയും എന്നൊക്കെയാണ്. അതിലൂടെയൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്തുത്യർഹമായ ആ സേവനങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാം, അല്ലെങ്കിൽ അത് എന്നും വാഴ്ത്തപ്പെടും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളത് കൊണ്ട് ഞാനത് ആ അനൗൺസ്മെൻ്റ് അത് മുഴുവനും അങ്ങ് കേൾപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ വെള്ളത്തോളിനെ പോലെ തന്നെ ഉള്ളൂർ പരമേശ്വര അയ്യരും അതുപോലെ ONV കുറുപ്പ് ഇപ്പോഴത്തെ, അതുപോലെ പഴയ കാലത്തുള്ള എല്ലാ മഹാന്മാരായ എല്ലാ എടുത്തു പറയപ്പെട്ട എഴുത്തുകാരുടെയും കൃതികൾ, അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ആ കഥാകൃത്തുകൾ അല്ലെങ്കിൽ ആ ഗ്രന്ഥകർത്താക്കൾ അല്ലെങ്കിൽ ആ കവികൾ അവരെക്കുറിച്ചൊക്കെ ഇവിടെ വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തോൾ എഴുതിയ അനേകം കൃതികളുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് സാഹിത്യമഞ്ജരി 1 മുതൽ 11 ഭാഗം വരെ ഉള്ളതാണ് കേട്ടോ. വേറെയും കുറേ ഉണ്ട്. കേരളീയനായ ഒരു മഹാകവിയും വിവർത്തകനുമായ വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. അത് കഥകളിയും അതുപോലെ മറ്റ് കലകളെയും ഒക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടത് 1958 മാർച്ച് 13-നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രൊഫസർ അലിയാർ വിവരിച്ചത്. കലാമണ്ഡലം സ്ഥാപിച്ചത് ചെറുതുരുത്തിയാണെങ്കിലും അദ്ദേഹം ജനിച്ചത് തിരൂരിലാണ്, ഒക്ടോബർ 16, 1878 കേട്ടോ. ഈ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ കവിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിക്കാണ് ഈ കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത്.
അപ്പോൾ എഴുത്തച്ഛനാണ് നമ്മൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കിളിപ്പാട്ട് പ്രസ്ഥാനം അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഭാഷാപിതാവായിട്ടൊക്കെ കണക്കാക്കുന്നത് എഴുത്തച്ഛനെയാണ്. അപ്പോൾ ശാരിക പൈതലിനെ വിളിച്ചു വരുത്തിയിട്ട് ഭഗവത് കഥ ഉണ്ടല്ലോ, അത് പറയാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള രചനയ്ക്കാണ് ഈ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ ആരംഭം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇങ്ങനെയാണ് അധ്യാത്മരാമായണത്തിൻ്റെ കിളിപ്പാട്ട്. ഞാനൊരു ഈ ഈണത്തിലൊന്നല്ല കേട്ടോ പാടിയത്. പിന്നെ മഹാഭാരതത്തിൻ്റെ കിളിപ്പാട്ട് നോക്കുകയാണെങ്കിൽ, ശ്രീമയമായ രൂപം തേടും പൈങ്കിളിപ്പെണ്ണെ, സീമയില്ലാതെ സുഖം നൽകണമെന്നെനിക്ക്. ഇതാണ് കിളിപ്പാട്ട്. ഇപ്പോൾ എൻ്റെ വിഷയം മലയാള സാഹിത്യമൊന്നുമല്ല കേട്ടോ. ഒരു സാധാരണ ഒരു പൗരൻ, ഒരു മലയാളി എന്ന നിലയ്ക്കുള്ള അറിവുകൾ വായിച്ച് കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളൂരിനെ കുറിച്ചും ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചും ഒക്കെ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാള സാഹിത്യത്തിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ എവിടേക്കും പോകണ്ട, ഇവിടെയൊക്കെ വന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാതും ഇവിടെ റിസർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇവിടെ വരാം. പിന്നെ മൂർക്കോത്ത് കുമാരൻ, ആർ നാരായണ പണിക്കർ, പിന്നെ കുറേ ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവും, അവരും ഉണ്ട്. എല്ലാവരെയും കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ ആധുനിക കവിത എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ വിവരിക്കുന്ന വെള്ളത്തോളിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള മാതൃഭൂമി കൊടുത്തതും മറ്റൊക്കെ. പിന്നെ അവർ മാത്രമല്ല കേട്ടോ, ഈ രാഷ്ട്രീയ കലാ സാംസ്കാരികത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ EMSൻ്റെ ഫോട്ടോ കണ്ടില്ലേ, ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരും ഇതൊക്കെ. പട്ടംതാണു പിള്ള ആണ് ഇതിൻ്റെ തുടക്കം. അന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം പഞ്ചാബ് ഗവർണറായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ MT വാസുദേവനൊക്കെ ഇതിൻ്റെ ചെയർമാൻ ഇതിലുണ്ടായിരുന്നു. അത്ര നല്ല ഒരു ഇതാണ്. നമ്മൾ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരണം, ഇതിനെ കാണേണ്ടതാണ് ഈ മ്യൂസിയം. അപ്പോൾ അതിൽ പറയണത്, ഇപ്പോൾ ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ നിന്നൊക്കെ വള്ളത്തോൾ പറഞ്ഞത് ഒക്കെ ഇവിടെ വന്നാൽ അറിയാം. പിന്നെ ഇപ്പോൾ SK പൊറ്റക്കാടിൻ്റെ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ. എല്ലാ കവിതകളും മാത്രമല്ല, കഥയും നോവലും ചെറുകഥയും എല്ലാ മേഖലകളിലും സംഭാവന ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും, ഭരണകർത്താക്കളെയും ഒക്കെ എല്ലാതിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ ഒരു നിഘണ്ടു തന്നെയാണ് ഇവിടെ മൊത്തം. അപ്പോൾ അതാണ് P. കൃഷ്ണ വാര്യർ, അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഒരു വ്യക്തി ഐൻസ്റ്റീനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുകയുണ്ടായി, എ മാൻ വിതൗട്ട് ഇൻട്രസ്റ്റ് ഇൻ ലിറ്ററേച്ചർ ഈസ് ലൈക്ക് ആൻ അനിമൽ വിതൗട്ട് ടെയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാഹിത്യത്തിനോട് താല്പര്യമില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഉണ്ട്. അവിടെ നമുക്ക് വേറെ പോവാം. വേറെ ദിവസം ഞാനത് പോകുന്നുണ്ട്, അവിടെ കാണിക്കാം. നമ്മളപ്പോൾ അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ കെട്ടിടങ്ങളാണ്, ഓഫീസുകളും റിസർച്ച് സെൻറ്ററിൻ്റെ ഭാഗം അതാണ് റിസർച്ച് സെൻറ്റർ. ഇതൊക്കെ പിന്നെ ഓരോ ഇവിടെ ഇപ്പം ഇന്ന് പരിപാടിയില്ല, കർക്കിടക മാസം ചില പരിപാടികളൊക്കെ ഉള്ളൂ. ഇത് EK നായനാർ ഉദ്ഘാടനം ചെയ്ത കേട്ടോ ഗവേഷണ കേന്ദ്രം, റിസർച്ച് സെൻറ്റർ. പുറത്തേക്ക് കടന്നു, നമുക്ക് വല്ലതും പോയി കഴിക്കാം. ആര്യാസ്
തരം പായസമുണ്ട്. 2 തരം. ഒന്ന് പാലടി, ഒന്ന് എന്താ ഗോതമ്പ് പായസമാണ്, തൈര് എല്ലാം ആയി. സാമ്പാർ കുറച്ച് കഴിച്ചാൽ മതി. സാമ്പാറും ഇനി ഓരോന്ന് കഴിക്കുമ്പോൾ പറഞ്ഞുതരാം. പപ്പടവും ഒരു മുളകും അതുണ്ട്. എത്ര കറിയായി? രസം എല്ലാം കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. സാമ്പാറും ചോറും അടിപൊളിയുണ്ട് കേട്ടോ. പിന്നെ ഈ കറി, മോരുകറി ഒന്ന് ടേസ്റ്റ് നോക്കാം. ലേശനൊരു മോരുകറി ഉണ്ട്. പിന്നെ അവിയൽ എല്ലാം നന്നായിട്ടുണ്ട്. ലേശം നോക്കും. അതെ, ഇത് മോരുകറിയാണ്. മോരുകറി കൂട്ടിയിട്ടില്ല. പിന്നെ പായസമൊക്കെ നമുക്ക് അവസാനം നോക്കാം. എല്ലാമായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പായസം പാലട കുടിക്കണം. പാലട ഇല്ല കേട്ടോ, സേമിയാണ്. സേമിയ നന്നായിട്ട് അടിപൊളി. രസം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഒരു ലേശം രസം നോക്കണം കേട്ടോ. എല്ലാം കൂടി ഫോട്ടോ എടുക്കൽ ഇതും കൂടി നടക്കില്ല. സെൽഫി സ്റ്റിക്കിൽ ആക്കിയിട്ടോ മൊത്തം കുടിച്ച് ഗോതമ്പ് പായസം നല്ല ഊണായിരുന്നു കേട്ടോ. 110 രൂപയുള്ളൂ. നല്ല ഊണ് 110 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ, തിരൂർ വന്നാൽ ഇവിടെ ഈ പുറത്ത് വരികയാണെങ്കിൽ ഇത് ഈ ഹോട്ടൽ ഞാൻ സജസ്റ്റ് ചെയ്യും. നല്ല ഭക്ഷണം, നല്ല മാന്യമായ റേറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ശബ്ദം ചെറിയൊരു പ്രശ്നം ഉണ്ടാകും, കാരണം മൈക്ക് കേടാണ്. അപ്പോൾ മടങ്ങുകയാണ്. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, ഒന്നും തോന്നരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ അടുത്ത വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.